കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ സായാഹ്നത്തിൽ വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് ഇങ്ങനെ ഒരു കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായിട്ട് ദൈവം എനിക്ക് തന്ന അവസരത്തിനായിട്ട് കർത്താവിന് സകല മഹത്വം അർപ്പിക്കുന്നു. ഈ അവസരം എനിക്ക് ഒരുക്കി തന്ന കർത്താവിൽ ബഹുമാന്യനായ ദൈവദാസൻ NLCF ചർച്ച്, അങ്ങനെയല്ല ചർച്ചിൻ്റെ പേര്, NCFI, ഓക്കെ, ചർച്ചിനും പ്രത്യേകിച്ച് ഈ ഭവനത്തിൽ പാർക്കുന്ന ഈ കുടുംബത്തിനും ഇതിനുവേണ്ടി മുഖാന്തരമൊരുക്കിയ ഈ സഭയിലെ ഒരു അംഗമായ ബ്രദർ ഡാനിയലും വൈഫും കുഞ്ഞുങ്ങളും, അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ജാക്സൺ എന്നാണ്, വൈഫ് ഫേബ, 2 മക്കൾ. അവരെനിക്ക് തോന്നുന്നു 1-2 പ്രാവശ്യം ഈ ചർച്ചിൽ പങ്കെടുത്തിരുന്നു. ഞാനൊരു 3 ആഴ്ചത്തെ സന്ദർശനത്തിന് വേണ്ടി ഇവിടെ വന്നതാണ്. മീറ്റിങ്ങുകളൊന്നും പങ്കെടുക്കുന്ന പ്ലാനൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ സുവിശേഷകരായതുകൊണ്ട് എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ പങ്കെടുക്കുന്ന സന്തോഷമായതുകൊണ്ട് ഇന്നിങ്ങനെ അവസരം കിട്ടിയപ്പോൾ ഞാൻ നിശ്ചയമായിട്ടും സന്തോഷത്തോടെ വരാം എന്ന് പറഞ്ഞു. ഞാൻ 18-ാം തീയതി രാത്രിയാണ് എത്തിയത്. 19-ാം തീയതി കഴിഞ്ഞ് 20 കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അന്ന് തൊട്ട് യാത്ര തുടങ്ങി. പിന്നെ ലണ്ടനിൽ പോയി, എഡിൻബറയിൽ പോയി, ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ, കാരണം നമ്മൾ മിഷണറികളായതുകൊണ്ട് ക്രിസ്ത്യൻ മെമ്മറീസ് കിടക്കുന്ന ഈ രാജ്യത്ത് വരുമ്പോൾ അവിടെയൊക്കെ സന്ദർശിക്കണം, കാണണമെന്ന് ഒത്തിരി വലിയ ആഗ്രഹമുള്ളതുകൊണ്ടും അങ്ങനെ സഞ്ചാരത്തിലായിരുന്നു. ഇങ്ങനെ നിങ്ങളെ ഒരുമിച്ച് കൂട്ടായ്മകൾ കണ്ടത് വലിയ സന്തോഷം. കർത്താവ് സഹായിക്കുമാറാകട്ടെ. നമ്മൾ ഒരുമിച്ച് ഈ ഇന്നത്തെ എനിക്കൊന്ന് ഒരു നാടൻ ഭാഷ ഇപ്പോൾ വൈബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബർത്ത്ഡേ ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരു ഇവിടെ കഴിഞ്ഞിട്ട് നാട്ടിൽ കേക്ക് കട്ടിങ്ങും പരിപാടിയും ഉള്ളതുപോലെ ഇവിടെ ഉണ്ടാകുമല്ലോ. നമ്മളെല്ലാം മലയാളികളാണല്ലോ, എവിടെ ചെന്നാലും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട്. പക്ഷേ ദൈവവചനത്തിൻ്റെ പ്രാധാന്യത നമ്മുടെ ഒരു കൂട്ടായ്മകളിൽ ഒട്ടും കുറഞ്ഞു പോകുന്നില്ല. പാട്ടുകൾ പാടുമ്പോൾ, ആരാധിക്കുമ്പോൾ നമ്മളെല്ലാം വികാരജീവികളായതുകൊണ്ട് നമുക്കൊരു കാര്യം ഓഫ് എക്സസ് കിട്ടും. വൈകാരികമായിട്ട് നമുക്കൊരു സുഖമൊക്കെ കിട്ടും, ഒരു സന്തോഷമൊക്കെ കിട്ടുമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തുന്ന ദൈവികമായ സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത് വേദവചന സത്യങ്ങളിലൂടെയാണ്. ആ വചന സത്യങ്ങൾ നമ്മുടെ അകത്ത് ഉൾനട്ടത്, യാക്കോബ് പറയുന്നത് ഉൾനട്ടതായ ദൈവത്തിൻ്റെ വചനം. വേദപുസ്തക വചനങ്ങൾ എപ്പോഴും ഒരു സീഡായിട്ടാണ് കാണുന്നത്. വചനത്തിനെ ഒരു വിത്തിനോട് ഉപമിച്ചുകൊണ്ടാണ് പറയുന്നത്. ആ വിത്ത് എവിടെ വീണാലും, പാറയുടെ അടിയിൽ വീണാലും, മണ്ണിൻ്റെ ആഴത്തിൽ വീണാലും, അതിൻ്റെ ഒരു ടൈം വരുമ്പോഴത്തേക്കിനും ആ വിത്ത് എന്ത് ചെയ്യും? സൈസിൽ വളരെ ചെറുതാണെങ്കിലും അത് പൊട്ടി അത് പുറത്തു വരും. ഇതുപോലെ ഇന്ന് രാത്രി ദൈവമേ, ഈ സായാഹ്നത്തിൽ അങ്ങയുടെ വചനം എന്നോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമുക്കായിരിക്കാം. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ പറയുന്ന വചനങ്ങളിലൂടെ നിങ്ങളെ സ്പർശിച്ചാൽ മാത്രം നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളൊന്നും പറയണ്ട. പ്രസംഗിക്കാൻ പോകുന്നിടത്തുള്ള ആൾക്കാരുടെ അവിടുത്തെ സ്തോത്രത്തിൻ്റെ ഒരു പവർ കൊണ്ടൊന്നുമല്ല എനിക്ക് പ്രസംഗം വരുന്നത്. കാരണം ഞാൻ ഒറ്റയ്ക്ക് മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ല വചനം കിട്ടുന്നത്. അത് കുറേ പേര്, എൻ്റെ വൈഫും മക്കളൊക്കെ ചുറ്റും സ്തോത്രം പറയുന്നതുകൊണ്ടല്ല എനിക്ക് പ്രസംഗം കിട്ടുന്നത്. അതുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല പ്രസംഗം. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ചിട്ട് അത് നമ്മളെ സ്പർശിക്കുമ്പോൾ അതിനോട് ക്രിയാത്മകമായിട്ട്, അതിനോട് വളരെ 2 തരം ഫെയ്ത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. ദർ ഇസ് എ ഫണ്ടമെൻ്റൽ ഫെയ്ത്ത് ആൻഡ് ക്രിയേറ്റീവ് ഫെയ്ത്ത്. അടിസ്ഥാനപരമായ വിശ്വാസമുണ്ട്, അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വിശ്വാസമുണ്ട്. അതെല്ലാം ബേസ് ചെയ്തിരിക്കുന്ന വചനത്തിലാണ്. സോ വി ബേസിക്കലി ഹാവ് എ ഫൗണ്ടേഷൻ ഇൻ ദ വേർഡ്. ദൈവവചനത്തിൽ നമുക്കൊരു അടിസ്ഥാനപരമായ വിശ്വാസമുണ്ട്. യേശു എൻ്റെ രക്ഷകനാണെന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ അതിനുശേഷം നമുക്ക് ദൈവികമായ പ്രവൃത്തി നമ്മൾ നടക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്രിയേറ്റീവ് ഫെയ്ത്ത്. അത്ഭുതം സൃഷ്ടിക്കുന്ന വിശ്വാസം. അത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നു മറ്റ് രാജ്യങ്ങളെ പോലെ എനിക്കറിയില്ല, പക്ഷെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എവിടെ പോയാലും ബൈബിൾ മേടിച്ച് കൂട്ടുന്നവരാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് 12 ബൈബിളുണ്ട്. ഞാൻ പാസ്റ്റ് ആയതുകൊണ്ട് മാത്രമല്ല, ഗിഫ്റ്റ് കിട്ടിയതും അല്ലാതെ ഞാൻ മേടിച്ചതും ഒക്കെ ആയിട്ട്. ഒരു OM, ഓപ്പറേഷൻ മൊബിലൈസേഷൻ, നിങ്ങൾക്കറിയാമല്ലോ, OM ബുക്ക് ഷോപ്പ്. അവിടെ ചെന്ന് ഞാൻ ഏറ്റവും വില കൂടിയ ബൈബിൾ ചോദിക്കുന്നത്. കാരണം എൻ്റെ ഒരു കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ മൊബൈൽ കടയിൽ ചെന്നിട്ട്
അവിടെ ഏറ്റവും വില കുറഞ്ഞ മൊബൈലാണോ ചോദിക്കുന്നത്? അല്ല. നമുക്ക് ഏറ്റവും ഫീച്ചേഴ്സുള്ള, കാണാൻ ഭംഗിയുള്ള, തൊട്ടാൽ നല്ല സുഖം കിട്ടുന്ന, വീണ പൊട്ടുന്ന, എന്നാൽ വിലയാണെങ്കിൽ 40, 50, 60,000, 1,00,000 രൂപയുടെ ഫോണൊക്കെ മേടിച്ച് മിടുക്കരായിട്ട് നടക്കുന്ന നമ്മൾ ഒരു ബൈബിളിൻ്റെ കാര്യം പറയുമ്പോൾ ബ്രദർ പറഞ്ഞാൽ ഫ്രീ തരാമോ എന്ന് ചോദിക്കുക. എനിക്ക് അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ ഒരു ബുക്ക് ഷോപ്പിൽ ചെന്നാൽ മൊബൈൽ ഫോൺ കാശ് കൊടുത്ത് മേടിച്ചായിട്ട് എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം വല്ല മേടിച്ചിട്ടുണ്ടാവും. നമ്മൾ സുവിശേഷകരായ ഒരു ഗുണമുണ്ട്, ഈ പൊട്ടി തട്ടി കിടക്കുന്നതാണ് ആരെങ്കിലും കണ്ട് മനസ്സിലിഞ്ഞ് പറഞ്ഞ് മേടിച്ച് തരും, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തരും. പക്ഷെ ബൈബിൾ എപ്പോഴും വില കൂടി എപ്പോഴും മേടിക്കാൻ നോക്കും. അങ്ങനെ മേടിച്ച് എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് 12 ബൈബിളുണ്ട്. ഒന്നിൽ കൂടുതൽ ബൈബിളുള്ളവരുന്ന കൈവയ്ക്കുക സ്വന്തമായിട്ട്, ഒന്നിൽ കൂടുതൽ. കണ്ടോ, മേജറായിട്ടുള്ള ആൾക്കാർ ഒന്നിൽ കൂടുതൽ ബൈബിളുള്ളവരാ. അതാണ് നമ്മുടെ മലയാളികളുടെ പ്രത്യേകത. നാം എല്ലാവരും ബൈബിൾ വായിക്കുന്നവരാണ്. ഞാൻ വർഷങ്ങളായിട്ട് സദൃശ്യവാക്യം ഈ 31 അധ്യായം എല്ലാ ദിവസവും വായിക്കും, എന്നും വായിക്കും. എനിക്കൊത്തിരി ഗുണം ചെയ്തിട്ടുണ്ട്. ഞാൻ പൂർണ്ണസമയ സുവിശേഷ വേലയായിട്ട് 25 വർഷമായി. അതിനകത്ത് എനിക്ക് തോന്നുന്നു, എപ്പോഴാണ് വായിച്ചു തുടങ്ങിയെന്ന് അറിയത്തില്ല, ദീർഘവർഷങ്ങളായി ഞാൻ സദൃശ്യവാക്യം 31 അധ്യായം വായിക്കും, എന്നും വായിക്കും, ഒരു ബോറടിയില്ല. നാം എല്ലാവരും ബൈബിൾ വായിക്കുന്നവരല്ലേ? ആണോ? എല്ലാവരും ബൈബിൾ വായിക്കുന്നവരാണ്. ആഴ്ച ഒരിക്കലും ബൈബിൾ എടുത്ത് വായിക്കരുത്. എല്ലാവരും എല്ലാ ദിവസം ബൈബിൾ വായിക്കണം. ബൈബിൾ വായിക്കുന്നവരാണ്. എൻ്റെ മക്കൾക്ക് ഹോം സ്കൂളിംഗ് ആണ്. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയത്തില്ല. എൻ്റെ മക്കൾ ഹോം സ്കൂളിംഗ് ആണ്. ഞാനും എൻ്റെ വൈഫും കൂടുതൽ യാത്ര ചെയ്യുന്നവരാണ്. ഞങ്ങൾ ബീഹാറിലും UP-യിലും ഉത്തരാഖണ്ഡിലും അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് വേല ചെയ്യുന്നവരായതുകൊണ്ട് ഞങ്ങളുടെ മക്കളെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാനായിട്ട് നിർവാഹം ഇല്ലാത്തതുകൊണ്ട് എൻ്റെ വൈഫ് ബേസിക്കലി ടീച്ചറായതുകൊണ്ടും ഞങ്ങൾ പോകുന്നിടം സ്കൂളാക്കി ഞങ്ങളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ മക്കളോട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, രാവിലെ ബൈബിൾ വായിക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് ചേർത്തില്ല. ഇതുപോലെ നിർബന്ധ ബുദ്ധിയോടുകൂടെ നമ്മളെല്ലാം വളർന്നതുകൊണ്ട് നമ്മൾ ബൈബിൾ എന്തായാലും വായിക്കും. ഇന്ന് രാവിലെയും ബൈബിൾ വായിച്ചവരുണ്ടാകും ഇവിടെ, അല്ലേ? എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നവരാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു 30 വർഷമായിട്ട് വിശ്വാസത്തിൽ വന്ന നമ്മൾ ഈ 30 വർഷമായിട്ട് എന്നും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. 20 വർഷമായവർ, 10 വർഷമായവർ, 5 വർഷമായവർ, അല്ല ഒരുപക്ഷെ 6 മാസമായവർ, നമ്മൾ എല്ലാ ദിവസവും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എൻ്റെ ചോദ്യം, എന്നാൽ എന്നാണ് ബൈബിൾ നിങ്ങളെ ഏറ്റവും ഒടുവിലായിട്ട് വായിച്ചത്? When was the last time the Bible read your life? നമ്മളിങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾക്കറിയാമോ, നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ സുപ്പീരിയറും ബൈബിൾ ഇൻഫീരിയറുമാണ്. എന്നാൽ എപ്പോൾ ബൈബിൾ നമ്മളെ വായിക്കാൻ തുടങ്ങുന്നു അപ്പോൾ ബൈബിൾ സുപ്പീരിയറും നമ്മൾ ഇൻഫീരിയറുമാകും. ഉലകത്തിൽ വായനക്കാരുടെ ജീവിതം വായിക്കാൻ കഴിവുള്ള ഒരൊറ്റ പുസ്തകമുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലെ ബൈബിളാണ്. This is the only book which has the ability to read the life of the reader. ലോകത്തിലെ ഏത് നോവലുകൾ 1000 വട്ടം നിങ്ങൾ വായിച്ചാലും ആ നോവൽ ഇരുന്ന് തരും, നമ്മളതിനെ വായിക്കും. But this is the only book which has the ability to tell us after 10 minutes of reading this book. 10 മിനിറ്റ് വായിച്ച് കഴിയുമ്പോൾ ഈ ബുക്ക് നമ്മളോട് പറയും, നീ നിർത്ത്, ഇനി നിന്റെ ജീവിതത്തെ ഞാൻ വായിക്കാമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ ഈ പുസ്തകം നമ്മളെ വായിച്ചത് എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ അതെന്നായിരുന്നു? എന്നാണ് ഈ പുസ്തകം നമ്മൾ ഏറ്റവും ഒടുവിൽ വായിച്ചത്? നിങ്ങൾക്കറിയാം, മുൻകാല ഭക്തന്മാരുടെ ജീവിതം തകർന്നു പോകാതെ നിന്നതിൻ്റെ കാരണം അവരുടെ എല്ലാം ബൈബിൾ താളുകളിൽ കണ്ണുനീരിന്റെ കറകൾ ഉണ്ടാകുമായിരുന്നു. കാരണം എന്നും അവർ ബൈബിളിനെ വായിക്കുകയായിരുന്നില്ല, ബൈബിൾ അവരെ വായിക്കുകയായിരുന്നു. യോഹന്നാൻ 15:3 പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനത്താൽ നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരാകുന്നു. നിങ്ങളെ ഓർത്തു നോക്കി, എല്ലാ പ്രഭാതത്തിലും ഈ ബൈബിൾ നമ്മളെ വായിക്കുന്നൊരു ജീവിതം. ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യനെന്നൊരു വാക്ക് പത്രോസ് തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഈ പല സർജറികൾ മാറ്റിവെക്കുന്നതിന്റെ കാരണം ഡോക്ടേഴ്സ് പറയാറുണ്ട്. പല സർജറികൾ മാറ്റിവെക്കുന്ന കാരണം പറയുന്നത് എന്തെന്നറിയാമോ? അവർ പറയും അത് വളരെ കോംപ്ലിക്കേറ്റഡ് ഏരിയ ആണ്, അവിടെ സർജിക്കൽ നൈഫ് തൊടാൻ പറ്റത്തില്ല. ഒരു പക്ഷേ സംതിങ് ഗോസ് റോങ്, ആ വെയിൻ ഒന്ന് മുട്ടിയാൽ ലൈഫ് ലോങ് കോമയായി പോകും, അതുകൊണ്ട് സർജറി ചെയ്യാൻ പറ്റത്തില്ല.
ഇത്രയും വികസിച്ച സയൻസ് ഉള്ളപ്പോൾ സർജിക്കൽ നൈഫുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തടുത്ത് ഈ നൈഫ് എത്തിയിട്ട് കീറാണത് കീറും. ഇതിനെത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഏറ്റവും ഒടുവിലായിട്ട് എന്നാണ് ഈ പുസ്തകം തുറന്നു വെച്ചിട്ട് ഈ വചനം എന്റെ ജീവിതത്തോട് സംസാരിക്കുന്നു. എന്റെ യഥാർത്ഥമായ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നു. എന്നാണ് ഇതിന്റെ താളുകൾ നമ്മുടെ കണ്ണുനീര് വീണിട്ട് വളരെ ഈസിയാ ദുഃഖിച്ചിരിക്കുമ്പോൾ കരയാനായിട്ട് അല്ലെ? വളരെ ഈസി അല്ലേ? വളരെ ഈസിയാണ്. 23-ാം സങ്കീർത്തനെടുത്ത് വായിച്ചിട്ട് ഹോ എൻ്റെ ഇടയനാകുന്ന എനിക്കൊന്നും മുട്ടില്ല, കാരണം 10 കോടി രൂപ കടമുള്ളപ്പോൾ അത് വായിക്കുമ്പോൾ കരച്ചിൽ വരും. നമ്മളെല്ലാവരും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വേദപുസ്തകത്തിലെ വാഗ്ദത്തങ്ങൾ എടുത്ത് ഉപയോഗിക്കാൻ മിടുക്കരായിട്ടുള്ള ആളുകളാണ് അല്ലേ? യോശുവ 1:8 കർത്താവ് പറഞ്ഞു, യോശുവോട് പറഞ്ഞു, യോശുവേ ഞാൻ മോശയോട് കൂടി ഇരുന്ന് തന്നെ നിന്നോടുകൂടെ ഇരിക്കും. മത്തായി 28:20 കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തിൽ എല്ലാ നാളും ഹൃദയം നുറുങ്ങിയവർക്ക് ഉണ്ടാവോ? കാണാതെ പറയുന്നുണ്ടോ? ഈ വാക്യമൊക്കെ എപ്പോഴാണ് ഓർക്കുന്നേ? കാഷ്ടത ഇരിക്കുമ്പോൾ ഇതൊക്കെ ഓർക്കും. പ്രലോഭനത്തിൽ ഇരിക്കുമ്പോൾ ഈ കാര്യമൊക്കെ ഓർക്കാറുണ്ടോ? ജീവിതത്തിൽ പ്രലോഭനത്തിലൂടെ പോകുമ്പോൾ കർത്താവിൻ്റെ കൂടെ ഇരിപ്പുണ്ടെന്ന് ഓർക്കാറുണ്ടോ? നാട്ടിലൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കഷ്ടതയാണോ കൂടുതൽ, പ്രലോഭനമാണോ കൂടുതൽ? കേരളത്തിലില്ലെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ എന്തായാലും അത് തന്നെയാണ്. അപ്പം ഈ കഷ്ടതയിൽ ദൈവം ഉണ്ടെന്ന് ഓർക്കുകയും പ്രലോഭനത്തിൽ ദൈവം കൂടെ ഉണ്ടെന്ന് ഓർക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദൈവത്തെക്കുറിച്ച് ഓർക്കുന്ന സമയമാണോ ഓർക്കാത്ത സമയമാണോ കൂടുതൽ? ആഹാ, സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ പോകുന്നേ എങ്ങോട്ട്? നിങ്ങൾക്ക് എൻ്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചതാണ്. ജീവിതം തകർന്നു പോയെടുത്തും ദൈവം രക്ഷിച്ച് കർത്താവിലേക്ക് കൊണ്ടുവന്നു. ഈ വിശ്വാസയാത്രയിൽ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ സത്യം, ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ ഇരിക്കുന്നത്. അല്ലാതെ പ്രസംഗിക്കുന്നവരൊക്കെ പ്രസംഗിച്ച് പോകൂലേ? നേരത്തെ പാസ്റ്റർ കാണാതെ പറഞ്ഞ വാക്യം യെശയ്യാവ് 66:2, 66:5, എസ്രയുടെ പുസ്തകം 9-ാം അധ്യായം 4-ാം വാക്യം, 10-ാം അധ്യായം 3-ാം വാക്യം. ഈ വചനങ്ങളൊക്കെ പറയുന്നത് എന്താണെന്നറിയാമോ? He who temples at my word will have my mercy on him. എൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും. അങ്ങനെയുള്ള ഈ വചനം വായിച്ചിട്ട് ഒരു ദിവസം എന്നാ ഏറ്റവും ലാസ്റ്റ് വിറച്ചത്? എന്നാണ് ഈ വചനം വായിച്ചിട്ട് ഏറ്റവും കൂടുതൽ വിറച്ചത്? ബൈബിൾ വായിക്കാൻ എടുക്കുമ്പോഴത്തേക്കും കർത്താവേ, ഞാനിത് വായിക്കുകയല്ല, ഇതെന്നെ വായിക്കണേ. കാരണം എന്താണ്? ഇതൊരു ബുക്ക് ഫോമിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും വേർഡ് became flesh and dwelt among us. ഈ വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. കർത്താവായ യേശു അല്ലേ ഇത്? വചനത്തെ പറ്റിയും വചനം എന്താണ്? കണ്ണാടിയാണ് അല്ലേ? പക്ഷേ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കണ്ണടയാണ്. കാരണം ഇത് വെച്ചിട്ട് നിങ്ങളെങ്ങനെയുണ്ട്? യോ ഈ ബ്രദർ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇത് കണ്ണാടിയല്ല, സോറി കണ്ണടയല്ല, ഇത് കണ്ണാടിയാണ്. ഞാൻ ഇന്ന് രാവിലെ വചനം എടുത്ത് വായിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവേ, ഈ വചനത്തിന് എന്നെ വായിക്കാൻ അധികാരമുള്ളതുകൊണ്ട് ഇതെന്നെ വായിക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങുന്നേ. നിങ്ങൾ ആരെങ്കിലും ഇലക്ട്രിക് പോസ്റ്റ് തൊട്ട് നോക്കിയിട്ടുണ്ടോ? നാട്ടിലുള്ള ട്രാൻസ്ഫോമർ, എനിക്കറിയത്തില്ല ഇവിടെ എന്താ പറയുന്നത്, ഇലക്ട്രിക് ട്രാൻസ്ഫോമർ എന്ന് തന്നെയല്ലേ പറഞ്ഞു. ഇവിടെ വഴിയിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു, എല്ലാം അണ്ടർഗ്രൗണ്ട് ആക്കി വെച്ചേക്കുമല്ലേ. നാട്ടിൽ കണ്ടിട്ടില്ല ഇലക്ട്രിക് ട്രാൻസ്ഫോമറാ? അവിടെ എന്താ ഒരു അപായ സൂചന വെച്ചിട്ടില്ല, ഡേഞ്ചർ. ഓ പിന്നെ KSEB വെറുതെ പറയാം, ഒന്ന് തൊട്ട് നോക്കിയേക്കാന്ന് പറയാം. ആരെയും തൊട്ട് നോക്കിയിട്ടുണ്ടോ? KSEB പറയുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു തൊട്ട് നോക്കുന്നത്. ഞാനും തൊട്ട് നോക്കിയിട്ടില്ല. എന്താ?
നമ്മൾ വിശ്വസിക്കുന്നു KCB പറയുന്ന വാണിംഗ് എന്താണ്? സത്യമാണ് അല്ലേ? നമ്മളത് ക്രോസ് ചെയ്യാറില്ല. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വാണിങ്ങിൽ എത്ര ഈസിയാണ് നമ്മൾ ചാടിക്കടന്നു പോകുന്നത്. How easily we are jumping across this warning given in the word. മത്തായി 12:34 പറഞ്ഞു, മനുഷ്യൻ പറഞ്ഞ ഏത് നിസ്സാര വാക്കിനും അവൻ, 36-ാമത്തെ വാക്യം, മനുഷ്യൻ പറഞ്ഞ ഏത് നിസ്സാര വാക്കിനും അവൻ ന്യായവിധി ദിവസത്തിൽ, ആ വാക്ക് അണ്ടർലൈൻ ചെയ്യണം, നിസ്സാര വാക്ക്. For every mere word that we speak out, every mere word that we speak out, we are accountable on the day. ഏത് ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വേദവചനം ഒരു വാണിംഗ് തന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കെയർഫുൾ ആണോ? നമ്മൾ അതിനെപ്പറ്റി കെയർഫുൾ ആണോ? സർക്കാർ പറയുന്ന, KCB പറയുന്ന വാണിംഗുകൾ സസൂക്ഷ്മം പരിശോധിച്ച് അത് അനുസരിക്കാൻ കാണിക്കുന്ന ആർജവം വേദപുസ്തകത്തിൽ കിട്ടുന്ന വാണിംഗ് അനുസരിക്കാൻ നമുക്ക് കാണിക്കാൻ പറ്റാറുണ്ടോ? നമ്മൾ അനുസരിച്ചില്ല. പിന്നെ ആരാണ് ഇതൊക്കെ തിരിച്ചറിയുന്നത്? ആരാണ് തിരിച്ചറിയുന്നത്? പാസ്റ്റർ, ഇതൊരു ബർത്ത്ഡേ ആയിട്ടൊക്കെ ഞങ്ങളിങ്ങനെ കൂടി വന്നതാണ്. ഞങ്ങളുടെ മനസ്സിലൊരു വേറൊരു വൈബാണ്. ഞാനൊരാഴ്ച കഴിഞ്ഞ് തിരിച്ചു പോകും. നിങ്ങളിനി കാണുമെന്ന് പോലും എനിക്കറിയത്തില്ല. വേറെ 3 ആഴ്ചത്തേക്ക് ഞാൻ വന്നതാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം എന്നെ പഠിപ്പിച്ചത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? നേരത്തെ ഒരു പാട്ട് പാടി പറഞ്ഞില്ല, മനുഷ്യരെല്ലാം മാറിപ്പോകും, എല്ലാ മനുഷ്യരും മാറിപ്പോകും. പക്ഷെ നിത്യതയോളം നമ്മളെ കൊണ്ടെത്തിക്കാൻ പറ്റുന്നത് ഇതാണ്. ഇത് നമ്മുടെ അകത്ത് കയറിയിട്ട് ഇത് നമ്മളെ പണിയണം. The word of God gives us a constructive criticism, not destructive one. നമ്മളെ നശിപ്പിക്കുന്നതല്ല, നമ്മളെ പണിയുന്ന സത്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വാണിംഗുകൾ നമ്മൾ അനുസരിച്ചാൽ നമുക്ക് നിത്യതയോളം നിൽക്കാൻ പറ്റും. ഒരു മനുഷ്യൻ 80 വർഷം ജീവിച്ചാൽ 365 × 80 അടിച്ച കിട്ടുന്നത് 29,200 ദിവസമാണ്. നമ്മളിവിടെ വിട്ടു പോകണ്ടേ? 29,200 days ആണ് ആകെ 80 വർഷം ജീവിച്ചാൽ കിട്ടുന്നത്. അങ്ങനെയാണോ? ഞാൻ കണക്കാ വേണമെങ്കിൽ കൂട്ടി നോക്കിക്കോ. പോണ്ടേ? പോണം. അപ്പോൾ ഇതനുസരിച്ച് ജീവിച്ചിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്താൽ, എനിക്കറിയത്തില്ല യൂറോപ്പിലേക്ക് വന്ന് ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നല്ലല്ലോ എൻ്റെ വിഷയം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിട്ട് നിങ്ങളതിനെ പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുവാണ്, ദൈവത്തിൻ്റെ വചനം പ്രിയരെ, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വല്ലാതെ കുറഞ്ഞുപോയി. വൈകാരികമായി ഇളക്കപ്പരിപ്പം കൊടുത്തിട്ട് എവിടേക്കോ ഒരു എക്സ്ട്രസ് കിട്ടിയ ആളുകൾ തിരിച്ചു പോകുന്നു. ആയതുകൊണ്ട് എന്ത് വരുന്നു? പ്രതിസന്ധികൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റാതെ ആളുകൾ അകത്ത് വചനമില്ലാത്തത് കൊണ്ട് തകർന്നു പോകുന്നു. ബ്രേക്ക് മീ ഡൗൺ ആൻഡ് ബ്രിങ് റിവൈവൽ അപ്പോൺ വെയിൽസ് എന്ന് പ്രാർത്ഥിച്ച ഭക്തന്റെ നാട്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. എന്നെ തകർത്തിട്ട് വെയിൽസിൽ ഉണർവായിക്കണമേ എന്ന് ഇവാൻ റോബർട്ട് പ്രാർത്ഥിച്ച ഈ നാട്. ബ്രേക്ക് മീ ഡൗൺ ആൻഡ് ബ്രിങ് റിവൈവൽ അപ്പോൺ വെയിൽസ്, എന്നെ തകർത്തിട്ട് എൻ്റെ ദൈവമേ എൻ്റെ പട്ടണത്തിൽ ഒരു ഉണർവായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ജിമ്മി എലീറ്റ് എന്ന ഒരാളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അമേരിക്കൻ മിഷണറി. കേവലം 27 വയസ്സുള്ളപ്പോൾ ഓക്ക ഇന്ത്യൻസിൻ്റെ ഇടയിൽ പോയിട്ട് അമ്പെയ്ത് കൊല്ലപ്പെട്ട മനുഷ്യൻ. അദ്ദേഹത്തോട് പോകരുതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ പദമുണ്ട്, ഹി ഈസ് നോ ഫൂൾ ഹു ലൂസസ് വാട്ട് ഹി കനോട്ട് കീപ് ടു ഗെയിൻ വാട്ട് ഹി കനോട്ട് ലൂസ് എന്ന് പറഞ്ഞാൽ, ഹി ഈസ് നോ ഫൂൾ ഹു ലൂസസ് വാട്ട് ഹി കനോട്ട് കീപ് എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തെ നമുക്ക് എത്ര നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 80 വർഷം ജീവിച്ചാൽ 29,200 ദിവസം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പിന്നെ ചെയ്യത്തില്ലേ? നശിച്ചു പോകത്തില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ വിട്ടാലും വിട്ടില്ലെങ്കിൽ ഞാൻ പോകും. കാരണം എന്താ? ഇതെനിക്ക് അതിൽ നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തില്ല. So he is no fool who loses what he cannot keep to gain what he cannot lose. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത നിത്യജീവൻ നേടാനായിട്ട് നശിച്ചു പോകുന്ന ഇതിന് നഷ്ടപ്പെടുത്തി കളയുന്നവൻ വിഡ്ഢിയല്ലെന്ന്. അവൻ വിഡ്ഢിയല്ല. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ പോകാൻ നോക്കി, എലിസബത്ത് എലിയറ്റ്. അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിനെ കൊന്ന സ്ഥലത്ത് നിങ്ങൾ പോകരുത്.
അവന് പറഞ്ഞു, a philosophy that is not worth it to die is not worth it to live. മരിക്കാൻ കൊള്ളാത്ത പ്രത്യയശാസ്ത്രം ജീവിക്കാനും കൊള്ളത്തില്ലെന്ന്. If a philosophy asks you to die, that is worth it to live. അത് നിന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കും. കാരണം അതിന് മരിക്കാൻ കൊടുക്കാൻ പറ്റുന്ന ധൈര്യം അതിനകത്തുണ്ട്. വേദവചനം വായിച്ചവർക്ക് കിട്ടിയ ധൈര്യമൊക്കെ ഞാൻ ഈ പറയുന്നേ. ഇത് വായിച്ചവർക്ക് മരിക്കാൻ ധൈര്യമുണ്ടായിരുന്നു. ഇത് വായിച്ചവർക്ക് ടു ബി ക്രൂസിഫൈഡ് അവർക്ക് ധൈര്യമുണ്ടായിരുന്നു. ഇത് വായിച്ചവർക്ക് എല്ലാം വിട്ടിട്ട് കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കണമെന്ന് ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. ദിസ് വേർഡ്, നത്തിങ് എൽസ്. വേറെ ഒന്നുമല്ല അവർ വായിച്ചത്, ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബൈബിൾ. ആൻഡ് വാട്ട് ആർ വി ഡൂയിങ് വിത്ത് ദിസ് ബൈബിൾ? നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്? ഹല്ലേലൂയ. ഞാൻ വചനത്തിൻ്റെ ഗൗരവം എവിടെ പോയാലും പറയും. കാരണം എന്നെ എൻ്റെ ലൈഫിൽ മാനസാന്തരപ്പെടുത്തിയ വചനമാണ്. ഞാൻ സുവിശേഷ വേലയായിട്ട് കുറേ നാളുകായിട്ടും ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും ഈ ബൈബിളിലെ വാക്യങ്ങൾ കാണാതെ പഠിക്കാൻ നോക്കിയിട്ട് പഠിക്കും പിന്നെ മറന്നു പോകും. പഠിക്കും പിന്നെ മറന്നു. എനിക്ക് തലയിൽ നിൽക്കുന്നില്ല. ഞാൻ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്താ കർത്താവേ എനിക്ക് ഈ വചനം വായിച്ചിട്ടൊന്നും തലയിൽ നിൽക്കാതെ. എന്നാൽ അവർ പറഞ്ഞ കാര്യം ഇവർ പറഞ്ഞ കാര്യമൊക്കെ നല്ല ഓർമ്മയുണ്ട്. വചനം മാത്രം എന്ത് ചെയ്യുന്നില്ല, ഓർക്കുന്നില്ല. ഞാൻ അങ്ങനെ ദൈവസ്ഥനെ കരഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം എന്നെ TV കാണിക്കുന്ന പോലെ കാണിക്കുക. അമേരിക്കൻ പ്രസിഡന്റ് എന്നെ നോക്കി ചിരിക്കുന്നു, ചൈനീസ് പ്രസിഡന്റ് എന്നെ നോക്കി ചിരിക്കുന്നു, റഷ്യൻ പ്രസിഡന്റ് എന്നെ നോക്കി ചിരിക്കുന്നു. അന്ന് മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രി, അദ്ദേഹം എന്നെ നോക്കി ചിരിക്കുന്നു. VS അച്യുതാനന്ദൻ എന്നെ നോക്കി ചിരിക്കുന്നു. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇത് ലൈവല്ലേ, കുഴപ്പമില്ല. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്താ ഇവരൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നേ? അപ്പം ദൈവം എന്നോട് പറഞ്ഞു, നിൻ്റെ തല മൊത്തം പൊളിറ്റിക്സാണ്. ഒരു കണക്ക് ഒപ്പിച്ചു കൂട്ടി കുറച്ച് ബൈബിൾ വായിച്ചിട്ട് പിന്നെ നേരെ കാർ പോർച്ചപ്പോൾ കാറിൻ്റെ അടിയിൽ നേരെ പേപ്പർ ഒന്നാണ് നോക്കുന്നത്. നേരെ ഇതെടുത്തിട്ട് പബ്ലിഷ് ബൈ മനോരമ, പ്രിൻറ്റഡ് ബൈ മനോരമ വരെ എന്ന് വായിക്കും. എന്ന് പറഞ്ഞാൽ ഒന്നാം പേജിൽ ഏറ്റവും മേളിൽ പബ്ലിഷ് ബൈ മനോരമ, ഏറ്റവും ലാസ്റ്റിൽ ഏറ്റവും താഴത്തെ ഫുട് നോട്ടാണെന്ത് പ്രിൻറ്റഡ് ബൈ മനോരമ, അതുവരെ ഇന്ന് വായിക്കും. ആകെ വിട്ട് കളഞ്ഞ് ചരമകോള കാണുമ്പോൾ സങ്കട. ബാക്കി സർവ്വതിരുന്ന് വായിക്കും. അമേരിക്കൻ പൊളിറ്റിക്സിനെ പറ്റി നല്ല അറിവുണ്ട്. ചൈനീസ് പൊളിറ്റിക്സ് ഷിൻപിങ് എന്തൊക്കെ പറയുന്ന നല്ല അറിവുണ്ട്. വ്ളാഡിമിർ പുടിൻ എന്താ പറയുന്ന അറിവുണ്ട്. മൻമോഹൻ സിംഗ് എന്താ പറയുന്നത്. നാട്ടിൽ നിന്ന് VS തുമ്മിയാൽ ഞാൻ അറിയും. അങ്ങനെ സർവ്വ ദൈവം എന്നോട് പറഞ്ഞതിൻ്റെ തല മൊത്തം ഇതാ. എൻ്റെ അവസ്ഥ കണ്ട് ഞാൻ തന്നെ തകർന്നു പോയി. നിങ്ങൾക്കറിയാമോ ത്രിബിൾ ത്രീ എന്ന് പറഞ്ഞ ടെക്നിക്കുണ്ട് ജേർണലിസത്തിൽ. നിങ്ങൾ ഇവിടെ ഇപ്പം ഞാൻ കണ്ടില്ല, ഞാനിവിടെ ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ ഇങ്ങനെ പതുക്കെ ന്യൂസ് പേപ്പർ എൻ്റെ ഭാര്യ പറഞ്ഞു, ഒരു ചെറിയൊരു വലിവുണ്ട്, പഴയൊരു വലിവ്. ഇവിടെ ഒരു ബുക്ക് പോലെ ഞാൻ കണ്ടത് ലണ്ടനിൽ വെച്ചിട്ട്. നാട്ടിൽ അങ്ങനെയല്ല. നാട്ടിൽ നിങ്ങൾ നോക്കി ഫ്രണ്ട് പേജിൽ റെഡ് കളറിൽ വലിയ ഫോൺ സൈസിലാണ് വരുന്നത്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടില്ല? നാട്ടിൽ നമ്മൾ ഒത്തിരി നാളായില്ലേ? നന്നായി. അപ്പോൾ ന്യൂസ് പേപ്പറിന് ഫ്രണ്ട് പേജിൽ വലിയ ഫോൺ സൈസിൽ റെഡ് കളറിൽ, എന്നാൽ 5 വയസ്സുകാരെ പീഡിപ്പിച്ച് കൊന്നു. നടന്ന കാര്യമല്ല, ഒരു വാർത്ത വായിച്ചതാ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. അത് ചുവന്ന കളറിൽ വലിയ ഫോൺ സൈസിൽ ഇങ്ങനെ എഴുതും. അപ്പോൾ ജേർണലിസത്തിൽ പഠിപ്പിക്കുന്നത് ഒരാളുടെ അറ്റൻഷൻ 3 സെക്കൻഡ്സ് പിടിച്ചു വെച്ചാൽ അയാൾ ഈസി ആയിട്ട് 3 മിനിറ്റ് ഇരുന്ന് വായിക്കും. 3 മിനിറ്റ് അയാൾ വായിക്കാൻ പറ്റുന്ന കണ്ടന്റ് കൊടുത്താൽ ഈസി ആയിട്ടുള്ള 30 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് ഇരുന്ന് വായിക്കും. അങ്ങനെയാണ് ഇവർ വരിക്കാരെ പിടിക്കുന്നത്. സബ്സ്ക്രൈബേഴ്സിനെ പിടിക്കണ്ടേ? അതൊരു ജേർണലിസം ടെക്നിക്കാണ്. അപ്പം നമ്മളെല്ലാം അറിഞ്ഞോ അറിയാതെ ഇതിനകത്തെല്ലാം കുടുങ്ങി കിടക്കുന്നവരാ. ഇപ്പോഴാണ് ഞാൻ പത്രം വായിക്കുന്നത്, എല്ലാവരും ഇങ്ങനെയല്ലേ, തെറ്റിച്ച് വിരലെല്ലാം ക്ഷീണിച്ച് ഷേപ്പെല്ലാം മാറിയെങ്കിലും ഇങ്ങനെ തെറ്റിച്ച് എല്ലാം വായിക്കും. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ തല മൊത്തം ഒരു വചനം ഇടപെട്ട് ലൂക്കോസ് 2:7 ഒന്ന് വായിച്ചേ. ലൂക്കോസ് 2:7. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ. അപ്പൊ അവിടെ വഴിയമ്പലം ഉണ്ട്, അവിടെ ലോഡ്ജസ് ഉണ്ട്, അവിടെ ഹോട്ടൽസ് ഉണ്ട്, റൂമുണ്ട്. പക്ഷെ ആരെ കിടത്ത സ്ഥലമില്ല. അതാണ് വിഷയം.
നമ്മുടെ തലയിലൊക്കെ എല്ലാം സയൻസ് പഠിക്കാനുള്ള ബുദ്ധിയുണ്ട്, മെഡിസിൻ പഠിക്കാനുള്ള ബുദ്ധിയുണ്ട്, എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള ബുദ്ധിയുണ്ട്. എന്നേക്കാൾ ധാരാളം ബുദ്ധിയുള്ളവരെ ഇരിക്കുന്നവരെല്ലാം. പക്ഷെ 10 വാക്യം കാണാതെ പറഞ്ഞ ബബ്ബ ബിബിബി നിങ്ങളുടെ കാര്യമല്ല. കാരണം എന്താ? ഇത് മാത്രം ഓർമ്മയില്ല. സംതിങ് എൽസ് ഹാസ് ഒക്യുപ്പൈഡ് നമ്മുടെ ബുദ്ധി, നമ്മുടെ ഓർമ്മശക്തി, നമ്മുടെ കപ്പാസിറ്റി. വീട്ടിലൊരു വിളക്കുണ്ടായി കഴിഞ്ഞാൽ 25 വർഷം മുമ്പ് ഇന്ന കവല വെച്ച് ഇന്ന ശബ്ദത്തിലല്ലേടോ നിങ്ങൾ എന്നോട് സംസാരിച്ചേ എന്ന് ചോദിക്കാൻ പറ്റുന്ന ഓർമ്മശക്തി നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ബൈബിളിൽ ഇന്ന വാക്യം എവിടെ കിടക്കുന്നത് ചോദിച്ചാൽ അതെനിക്ക് ഓർമ്മയില്ല. അവിടെ ഒത്തിരി ലോഡ്ജുകൾ ഉണ്ടായിരുന്നു, വഴിയമ്പലങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ യേശു വരുന്നതിന് മുമ്പ് യേശുവിന് സ്ഥലം കൊടുക്കാൻ പറ്റാതെ വണ്ണം പലരും പല കാര്യങ്ങളും ആ സ്ഥലം ഓക്യുപ്പൈ ചെയ്തു വെച്ചു. Therefore he has to be born in a manger. അതുകൊണ്ട് അവിടെ കൊണ്ട് കെടുത്തേണ്ടി വന്നു. ശരിക്കും വചനം വായിക്കുന്ന എന്തെങ്കിലും ഓർമ്മ നിൽക്കാറുണ്ടോ? ആരൊന്നും പറയണ്ട, ഞാൻ ചോദിക്കുക. ഞാൻ 15 വർഷമായിട്ട് ഒറ്റ ചർച്ചിലെ പാസ്റ്ററാണ്. ഇപ്പോൾ പലരും എന്നോട് പറയും, പാസ്റ്റർ വചനം മാത്രം വായിച്ചിട്ട് ഒന്നും ഓർമ്മ നിൽക്കില്ല. ആച്ചാന്മാരൊക്കെ എനിക്ക് പേടിയാണ്. കാരണം എന്താ? 10 വർഷം മുമ്പ് പറഞ്ഞ കാര്യം പാസ്റ്റർ എന്നാലും അന്ന് അങ്ങനെ പറഞ്ഞില്ലേ എന്ന് വേണേൽ പറയും. പക്ഷേ ഈ കാര്യം മാത്രം ഞാനപ്പോൾ ഉള്ളിച്ചിരിക്കും. എൻ്റെ പൊന്നച്ച, ഞാൻ പറഞ്ഞ കാര്യം ഓർത്തിരിക്കുന്നേക്കാൾ എത്ര നല്ല കർത്താവ് പറഞ്ഞ കാര്യം ഓർത്തിരിക്കുന്നത്. പക്ഷേ ഒന്നും ഓർത്തിരിക്കില്ല. ഒന്നും ഓർത്തിരിക്കത്തില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ കർത്താവേ ഞാൻ ഇന്ന് നിർത്തുകയാണ്. പിറ്റേന്ന് രാവിലെ ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത്, ഞാൻ വില്ലയിലാണ് താമസിക്കുന്നത്. അവിടെ വന്നപ്പോഴത്തേക്കിനും പേപ്പറിനുണ്ട് പയ്യനോട് ഞാൻ പറഞ്ഞു, നാളെ തൊട്ട് ഇവിടെ പേപ്പർ വേണ്ട. എന്ത് പറ്റി സാറേ? ഇല്ല, ഞാൻ നിർത്തി. അന്ന് അങ്ങനെ പേപ്പർ വായന നിർത്തി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഞാൻ അങ്ങയുടെ വചനം വായിക്കും. ഞാൻ ബൈബിൾ വായിക്കിയിരിക്കുമ്പോൾ 2 സ്കെച്ച് പെന്നുമായിട്ടാണ് ഇരിക്കുന്നത്, ഒന്ന് റെഡും ഒന്ന് ഗ്രീനും. ഗ്രീൻ കൊണ്ട് വരയ്ക്കുന്നതെല്ലാം ഈ കാണാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വചനം, റെഡ് കൊണ്ട് വരയ്ക്കുന്നതിൽ വാണിങ്ങുകളാണ്. മറിച്ച് പോകുമ്പോൾ കാണാതെ പോകരുത്. അതിന് വേണ്ടിയിട്ടാണ്, ആർക്കും വേണ്ടിയിട്ടില്ല, നന്നാവാനായിട്ടാന്നേ. ഇപ്പം ഞാൻ എല്ലാവരും നന്നാക്കി നടന്നിട്ട് അവസാനം എന്ത് കാര്യം ഇരിക്കുന്നു? എൻ്റെ ഭാര്യ മക്കൾ ഇരുത്തിക്കൊണ്ട് ഞാൻ ഈ പറയുന്നത്. ഇത് നമ്മുടെ കൈ കിട്ടിയിട്ട് നമ്മൾ ദിസ് ഈസ് ദി അൾട്ടിമേറ്റ് ട്രൂത്ത് ആൻഡ് ഇഫ് യു ഡോണ്ട് ഗെറ്റ് ട്രാൻസ്ഫോംഡ് ബൈ ദിസ് ട്രൂത്ത് നോവർ എൽസ് വി ഗെറ്റ് ഇറ്റ്. വേറെ എങ്ങും കിട്ടില്ല. ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റില്ല. ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റില്ല. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ 7-ാമത്തെ വാക്യം വായിച്ച്, വെളിപ്പാട് 2:7. ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ. അപ്പൊ ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. നമ്മൾ ജയിച്ചാൽ ദൈവം നമുക്ക് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ തരും. Provided if we have victorious life. നമുക്ക് ജീവന്റെ ആ ഫലം തിന്മാൻ ദൈവം തരും. ഇതെവിടെയാണ് വെച്ചിരിക്കുന്നത്? സ്വർഗത്തിൽ ദൈവം നമുക്ക് തരും, അല്ലേ? എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? ഇറ്റേണിറ്റി നമ്മൾ ചെല്ലുമ്പോൾ ദൈവം നമുക്കിത് തരും. സ്വർഗത്തിനെ പറ്റിയൊക്കെ ആര് ചിന്തിക്കുന്നു? കുറേ വർഷമായിട്ട് വിശ്വാസമുള്ള ഒരു ആൻറ്റിയോട് സംസാരിച്ചപ്പോൾ, ഫാസ്റ്റ് സ്വർഗം ഉണ്ടെങ്കിൽ ഞാൻ പോകുമെന്ന്. അങ്ങനെ പറയുന്ന ആളുകളാണ്. ഒരു വിശ്വാസമില്ലാത്ത ആൾക്കാരെ കാണെങ്കിൽ വിശ്വാസികളുടെ കൂട്ടത്തിൽ വന്നാൽ മതി. സത്യമായിട്ടും ഒരു വിശ്വാസവും ഇല്ല. പക്ഷെ പേരുകളെല്ലാം എന്താണ്? വിശ്വാസി എന്ന. വിശ്വാസി. മോക്ഷം കിട്ടുമെന്ന് അറ്റ്ലീസ്റ്റ് ജാതികൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആൾക്കാർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്വർഗം ഉണ്ടെങ്കിൽ പോകാം. നമ്മുടെ കൂട്ടത്തിലാണ് ഏറ്റവും കൺഫ്യൂഷൻ. കാരണം ചിലർ ഇപ്പോഴത്തേനും സ്വർഗമാണെന്ന് പറയുന്നു, ചില സ്വർഗം ഭൂമി തന്നെയാണെന്ന് പറയുന്നു. പിന്നെ പ്രീ ട്രിപ്പാണ്, മിഡ് ട്രിപ്പാണ്, പോസ്റ്റ് ട്രിപ്പാണ്. അതിൻ്റെ പേര് തമ്മിൽ അടി, ബഹളം, വെട്ടിക്കുത്ത്. പക്ഷെ വചനം പറയുന്നു, ആകാശം മാറി ഭൂമി മാറിയാലും മാറാത്ത വചനം പറയുന്നു, സ്വർഗമുണ്ട്. അല്ലേ?
119 സങ്കീർത്തനം 89 വചനം പറയുന്നു, യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും. അപ്പം ഉണ്ടല്ലോ, ഉണ്ട്. ദൈവം നമ്മളോട് പറഞ്ഞു, ഞാൻ ജീവവൃക്ഷത്തിന് ഫലം നിനക്ക് തിന്മാൻ തരും. ഇത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലല്ലേ ജീവവൃക്ഷത്തെപ്പറ്റി ആദ്യം വായിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിൽ ആദമും ഹവ്വയും ജീവവൃക്ഷം തിന്നാതെ അവരെന്ത് പോയി തിന്നു? നന്മ തിന്മകളുടെ ഫലം പോയി അവർ തിന്നു. 3-ാം അധ്യായം 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാനായിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളുമായി അവന് കെരൂബുകൾ എന്ത് ചെയ്തു? കാവൽ നിർത്തി. ദൈവം നമ്മളോട് എന്താ പറഞ്ഞേ? ജീവവൃക്ഷത്തിന് ഫലം. പക്ഷെ അതിൻ്റെ കാവൽ ആര് നിർത്തിയിട്ടുണ്ട്? എന്തും കൊടുത്ത്. എങ്ങനത്തെ വാള്? ആ കെരൂബുകളെ കറങ്ങുന്ന വാളും കൊടുത്ത്. ഈ വീട്ടിലെ ബ്രദറിൻ്റെ പേര് സിറിലെന്നാന്ന് തോന്നുന്നു അല്ലേ? സിറിയക്ക് എന്നെ വിളിച്ചു. ഞാൻ എൻ്റെ ഭാര്യയും മക്കളും കൂടെ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് ഇവിടെ വന്നു. ഞാനിവിടെ വന്നപ്പോഴത്തേക്കും ഗേറ്റിൻ്റെ അവിടെ വന്നപ്പോൾ 2 സഹോദരന്മാർ ഈ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ വാളും കറക്കി നിൽക്കുന്നു. എന്നിട്ട് എന്നോട് സിറിയക്ക് അകത്ത് നിന്നിട്ട് പറയാം, വാ പാസ്റ്റ് അകത്തോട്ട് വാ. അപ്പം ഞാൻ പറയും, വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവരെന്താ ഇങ്ങനെ? ഇവരോടൊന്നും മാറാം. ഇല്ല പാസ്റ്ററെ, അകത്ത് കുറച്ച് പേരുണ്ട്, അവരൊക്കെ ഇതുവഴി തന്നെ വന്നതാ, പാസ്റ്റർ ഇങ്ങ് പോരെ. അപ്പോൾ അല്ല, ഞാൻ എങ്ങനെ ഇതുവഴി വരണം? അല്ല, ഇതുവഴിയേ വരാൻ പറ്റത്തുള്ളൂ, പാസ്റ്റർ അകത്തോട്ട് വന്നോളൂ. ആഹാ, ഈ നമ്മൾ കറക്കുന്ന പോലെയല്ല. പണ്ട് പത്രോസ് വെട്ടിയപ്പോൾ കഴുത്തിന് വെട്ടി കാതിന് കൊണ്ടു. നമ്മൾ വെട്ടുന്ന പോലെയല്ല, കെരൂബുകൾ വെട്ടി കഴുത്തിന് വെട്ടി കൃത്യം കഴുത്തിന് തന്നെ കൊള്ളും. ഉഡായിപ്പ് അവരുടെ കയ്യിലില്ലല്ലോ. ആരെങ്കിലും പരിചയക്കാരൊക്കെയാണ് ഇവിടെ, ഞാൻ ഇവിടെ പേര് കേട്ട്, ജിബിൻ എന്ന ബ്രദറിൻ്റെ പേരല്ലേ, ജിബിന്. ഇപ്പം ജിബിൻ ബ്രദറിനെ പരിചയമുണ്ട്. അപ്പം ഞാൻ വരുമ്പോൾ ജിബിൻ ബ്രദറിനെ കറക്കണം, ജിബിൻ ബ്രദറെ ഇങ്ങനെ കാണിക്കും. ജിബിൻ അന്ന് പിന്നെ പാസ്റ്റ് സൈഡിൽ കൂടി പൊക്കോ. ആ പരിപാടി അവിടെ നടക്കില്ല, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല. ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ തരാമെന്നല്ലേ കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞേ? പക്ഷെ അന്ന് പാപത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പിന്നെ പോയി ഇത് പറിച്ചു തിന്നാതിരിക്കാൻ ദൈവം എന്ത് ചെയ്തു? കറങ്ങുന്ന വാളുമായി കെരൂബുകളെ കാവൽ നിർത്തി. ഇനി അങ്ങോട്ട് പോയി ഇത് പറിച്ചു കഴിക്കാൻ എങ്ങനെ പറ്റും? എങ്ങനെ പറ്റും? How is it possible to go and get that fruit of life? എങ്ങനെ പറ്റും? നിങ്ങൾ പറഞ്ഞേ, എങ്ങനെ പറ്റും? ഒരൊറ്റ പോസിബിലിറ്റിയേ ഉള്ളൂ. അന്ന് കെരൂബുകളെ ഏൽപ്പിച്ച ആ വാൾ ഇന്നും കറങ്ങുന്നുണ്ട്. അതാണ് എബ്രായർ 4:12. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിപഞ്ചങ്ങളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും. പിന്നെന്താ? ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും. അങ്ങനെ ഒരു വാള് കറങ്ങുന്നുണ്ട്. ആ വാളിന്റെ വെട്ടുകൊണ്ട് നമ്മുടെ ജഡത്തിന്റെ അവസാന സ്വഭാവം വരെ തകർന്നു വിടാതെ അകത്തേർന്ന് വിചാരിക്കണ്ട. This is a word sharper than any double-edged sword. അന്ന് ജഡത്തിന്റെ ഒരു വാള് കറങ്ങുന്നുണ്ടെങ്കിൽ ഇന്ന് ആത്മാവിന്റെ വാള് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ ജഡ സ്വഭാവത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ സ്വഭാവം വരെ വെട്ടി താഴെ വീഴാതെ ജീവവൃക്ഷത്തിനകത്ത് കയറാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. കാരണം സ്വാധീനം ചെലുത്താൻ പറ്റാത്ത ആളുകൾ അവിടെ നിന്ന് കറക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 4:13 പറഞ്ഞത്, ദൈവത്തിന് മറവായിട്ടിരിക്കുന്ന ഒന്നുമില്ല, അവന്റെ മുമ്പിൽ സകലതും നഗ്നതും മലർന്നതുമായിരിക്കുന്നു, അവനോടാകുന്നു നമുക്ക് കാര്യമുള്ളത്. We have the business with God who knows every secret of our lives. അത്ര നിസ്സാരമാണെന്ന് ഞാൻ വിചാരിച്ചു. കർത്താവ് യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഞങ്ങോട്ട് പോകാൻ പറ്റുമെന്ന്. പണ്ടൊരിക്കൊരു ഭക്തൻ പറഞ്ഞു, ദാനിയേലിന് സിംഹം കടിച്ചു നോക്കി കിട്ടിയില്ല, കാരണം മുഴുവനും ആത്മാവായിരുന്നു. കുറേ ഒന്ന് കടിച്ചു നോക്കി.
ഭക്ഷണത്തിൽ പോലും വിശുദ്ധി കാക്കുന്ന മനുഷ്യൻ്റെ അകത്ത് പിന്നെ വല്ല ജഡവും ഉണ്ടാവുമോ? നമ്മൾ ചെന്ന് വീണ ആദ്യം കടിക്കിട്ട നാവിനായിരിക്കും. സിംഹം കടിച്ചാൽ, കാരണം നമ്മുടെ ജഡം ഏറ്റവും കൂടുതൽ നാവില. കയ്യൊക്കെ ഒരുമാരെയൊക്കെ നമ്മൾ വെള്ളം അടിക്കാതെ കെട്ടി വലിക്കാതെ കൊണ്ട് നടക്കും. ആദ്യം കടി കിട്ടുന്ന നാവിനായിരിക്കും. എന്നാണ് ഈ വചനം കറങ്ങി 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 വെട്ടി. ആരുടെയെങ്കിലും പ്രസംഗം കേൾക്കുമ്പോൾ മുറി വെളുക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, നീ നിത്യജീവന് അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. ഈ വചനം നിന്നെ കീറുന്നുണ്ടെങ്കിൽ അത് കുത്തിയതായിട്ട് എടുക്കരുത്. ഇതെന്നെ വെട്ടാനുള്ളതാണെന്നും, this is a sharper than double-edged sword. This is to cut my flesh and my lust, my desire, and make me qualify to eternity. എന്നെ നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് തന്ന വാളാണിത്. ഇതെന്നെ വെട്ടിയില്ലെങ്കിൽ പിന്നെ ആരെന്നെ വെട്ടും? ഓ ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന് ഫലം തിന്മാൻ തരും. അത് കഴിക്കണമെങ്കിൽ ഒറ്റ പോസിബിൾ വേ ഉള്ളൂ. ഈ വാള് കറങ്ങി 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 നമ്മളെ വെട്ടണം. മറ്റാരം വെട്ടാൻ ഉപയോഗിക്കാനല്ല. എന്നും പ്രഭാതത്തിൽ ഉണരുമ്പോൾ ദൈവമേ എന്നോട് സംസാരിക്കണമേ. That somebody else pointing out the finger against me. No, 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 no. I want you to tell me who I am and whose I am and where am I going? What am I doing? ഞാൻ എന്താ ചെയ്യുന്നത്, എവിടെ പോകുന്നത്, ഞാൻ ആരുടെയാണ്? അങ്ങനോട് സംസാരിക്കണമേ. ഉലകത്തിൽ വായനക്കാരന് ജീവിക്കാൻ അധികാരമുള്ള ഒരൊറ്റ പുസ്തകം കൈ കിട്ടിയിട്ട് നമ്മൾ രക്ഷപ്പെട്ടില്ല, പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം സ്തോത്രം. യെരമ്യാവ് 23:29 പറയുന്നത്, യഹോവയുടെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചൂറ്റിക പോലെയും അല്ലയോ. ഹോ, this is like a fire which can burn. This is like a hammer which can break a callous heart. തഴമ്പിച്ച ഹൃദയങ്ങളെ തകർത്തിട്ട് അതിനകത്ത് പ്രവർത്തി ചെയ്യാൻ പറ്റുന്ന ഈ പുസ്തകം. നിങ്ങൾ ഈ ഹാരി പോട്ടറിന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ ഹാരി പോട്ടറിന്റെ എഴുത്തുകാരനെ? ഹാവ് യു സീൻ ദ ഓഥർ? ഹാവ് യു സീൻ ഹിം? നാട്ടിൽ ഈ തകഴിയുടെ പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ. ഞാൻ നോവലൊന്നും വായിച്ചിട്ടില്ല, പണ്ടേ എനിക്ക് ആ ശീലമില്ല. വായിച്ചു തുടങ്ങിയപ്പോൾ ആകെ വായിച്ചത് ബൈബിളാണ്. വേറെ ഒരു ബുക്കും വായിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഇത് തന്നെ വായിച്ചു തുടങ്ങിയ ദൈവം പിടിച്ചപ്പോഴാണ്. തകഴി നമ്മുടെ ഈ പാത്തുമ്മയുടെ ആട് എഴുതിയ ആളുടെ പേരെന്താ? വൈക്കം മുഹമ്മദ്. അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ നമ്മൾ? ഇല്ല, പക്ഷെ നമ്മൾ ബുക്ക് വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ആ പുസ്തകമൊന്നും വായിക്കാൻ അതിൻ്റെ ഓഥറിനെ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഓഥറിനെ കാണണമെന്ന് നിർബന്ധമില്ല, ഓഥറിനെ ഒരിക്കൽ പോലും പരിചയപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ പുസ്തകത്തിന് മാത്രം പ്രത്യേകത ഉണ്ട്. ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകണം, ഇതിൻ്റെ ഓഥർ കൂടെ ഉണ്ടാകണം. ഇതിൻ്റെ എഴുത്തുകാരൻ കൂടെ ഇരുന്നാൽ മാത്രമേ ഇത് വായിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. മനസ്സിലായില്ല? ആരാ എൻ്റെ എഴുത്തുകാരൻ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കുമ്പോൾ ഇത് മനസ്സിലാവത്തുള്ളൂ. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് ഓരോ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരും. ഓ, ഇതാണോ ഇതാണോ എൻ്റെ അവസ്ഥ, ഇതാണോ? ഓ മൈ ഗാഡ്. നിങ്ങളൊരു വാക്യം വായിച്ചേ. ലേവ്യ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യം. ലേവ്യ 4:2. പെട്ടെന്ന് എടുത്ത് വായിക്കുന്നേ. ആ പദം നിങ്ങളൊന്ന് അണ്ടർലൈൻ. അബദ്ധവശാൽ പിഴച്ചാൽ. ഓക്കെ, 4:13. അബദ്ധവശാൽ പിഴച്ചാൽ 4:22. അൺഇൻറ്റൻഷനൽ എന്ന് ഇംഗ്ലീഷ് പറയുന്നത്.
അബദ്ധവശാൽ പിഴച്ച 4:27. അബദ്ധവശാൽ പിഴച്ചാൽ 5:15. അബദ്ധവശാൽ 5:18. അബദ്ധവശാൽ പിഴച്ചാൽ ഞാൻ 6 വാക്യം കാണിച്ചു തന്നു. 6 വാക്യത്തിലും പറയുന്നു ആർക്കാണ് ദൈവം യാഗത്തിലൂടെ ക്ഷമ കൊടുത്തത്? അബദ്ധവശ ചെയ്യുന്നവനാ. നമ്മളൊക്കെയോ പ്ലാൻ ചെയ്ത് പ്ലോട്ട് ചെയ്ത് ഉന്നം വെച്ച് കുത്തിയിട്ട് പറയാ പറ്റിപ്പോയതാന്ന്. ഇതാരോടെ ഈ പറയുന്നേ? ഒരു മണിക്കൂർ ഫോണിൽ സംസാരിച്ച് ആ കുറ്റവും ഈ കുറ്റവും പറഞ്ഞിട്ട് പറയുക അബദ്ധവശാലാണെന്ന്. എൻ്റെ മുന്നിൽ സമയം പെട്ടെന്ന് പോകുന്നു. ഈ ദേവാലയത്തിൽ മാർക്കറ്റില്ലേ, മാർക്കറ്റ്, മർക്കോസ് 11 വായിക്കുമ്പോൾ ഒരു മാർക്കറ്റില്ലേ, കർത്താവ് എന്നപ്പോഴത്തേക്കിനും പെൺവാണിഭക്കാരല്ല പൊൻവാണിഭക്കാരും പിന്നെ പ്രാക്കള വിൽക്കുന്നവരും മണി എക്സ്ചേഞ്ച് ചെയ്യുന്നവരൊക്കെ കർത്താവ് ഒരു മാർക്കറ്റ്. ആ മാർക്കറ്റ് എങ്ങനെ ദേവാലയത്തിൽ വന്നേ? സ്ഥലമില്ലാത്തതുകൊണ്ടാണോ? എങ്ങനെയാ മാർക്കറ്റ് വന്നതെന്നറിയാമോ? അറിയില്ല. പടനിമിത്തത്തിൽ പാപം ചെയ്താൽ യാഗം നടത്തണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ദൈവം തട്ടിക്കളയും. അപ്പം ചെറിയ പാപം ചെയ്താൽ ചെറിയൊരു സാധനം കൊടുത്താൽ മതി, വലിയ പാപം ചെയ്താൽ വലിയ ജീവിതം കൊടുക്കണം. ഞാനൊരു പാസ്റ്ററാന്ന് ഓർത്തോ, പഴയ നിയമത്തിൽ പുരോഹിതനാണ് ഞാനൊരു ചെറിയ തെറ്റി. ഞാൻ ചർച്ച് സാധാരണ ഈ ലോഹ പോലത്തെ ജുബ ഇട്ടുണ്ട പോകുന്നത്. ഞാനിങ്ങനെ ഒന്ന വടി പോലെ നിൽക്കുന്നത്. എൻ്റെ പുറത്ത് ജുബയും കൂടെ എൻ്റെ ഭാര്യ പറയും, എൻ്റെ പൊന്നച്ച ഒന്ന് മാറ്റിക്കൂടെ, ഇതിൻ്റെ പെണ്ണുങ്ങൾ ചുതാറിട്ട പോലെ ഇരിക്കുന്നു. എന്നാലും കുഴപ്പമില്ല, അതിൻ്റെ ഒരു ഗുണമുണ്ട്, നമുക്ക് പാൻറ്റൊന്നും തേക്കണ്ട, എന്തെങ്കിലും കിട്ടണമെങ്കിൽ പോയാൽ മതി. അതിവിടെ വരെ ഇങ്ങനെ കിടക്കും. ഞാനിപ്പോൾ ഇംഗ്ലീഷ് നാട്ടിലൊക്കെ വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പം നോക്കിയേ, ഞാനൊരു പാപം ചെയ്തെന്ന് ഓർത്തോ, നാട്ടുകാരും വിശ്വാസികളെ കാണാതിരിക്കാൻ മഹാപുരോഹിതനെടുക്കും ഞാനൊരു കുറുപ്രാവിനെ കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ ജുബയുടെ അകത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒന്ന് കൊടുത്തു. എന്താ ഇന്നലെ ചെറിയൊരു രക്ഷപ്പെട്ടു, ആരും കണ്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാനൊരു പാപം ചെയ്തു, ഇത്തിരി കഠിന പാപമെന്ന് വിചാരിച്ചു, വ്യഭിചാരമെന്ന് വിചാരിച്ചു. പ്രാവേ നിൽക്കത്തില്ല. അപ്പം പിന്നെ എന്ത് ചെയ്യണം? തടിച്ചൊരു മൂരിയെ കൊണ്ടുവരണം. അതിനകത്ത് വെച്ചുകൊണ്ട് വരാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് ഒരു പാസ്റ്റ് വരുക മൂരിയം വലിച്ചുകൊണ്ട്. അപ്പം നമ്മുടെ ജാക്സൺ പാസ്റ്റ് എന്താ പണി ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡാനിയൽ ബ്രദർ ഇന്നലെ ഇത് പ്രമാണികൾക്കൊക്കെ പ്രശ്നമായി. കയ്യിലിരിപ്പ് നാട്ടുകാരറിയാൻ തുടങ്ങി. യാഗം കഴിച്ചില്ലേ ദൈവം തട്ടിക്കളയും, യാഗം കഴിച്ച് നാട്ടുകാർ തട്ടും. എന്താ ചെയ്യും? അങ്ങനെ പ്രമാണികളെല്ലാം കൂടെ കൂടി എന്നിട്ട് ഒരു തീരുമാനമെടുത്ത് നമുക്കേ എന്താണ് നമ്മുടെ പാപ സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റത്തില്ല, തട്ടിച്ചും നരവഴി കാണിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. ഇനി ദൈവത്തിന് യാഗം കഴിക്കാതെ ചെന്നാൽ ദൈവം നമ്മളെ പിടിക്കും. ഒരു പണി ചെയ്യാം, ദേവാലയത്തിൽ തന്നെ ഒരു മാർക്കറ്റൊക്കെ തുടങ്ങുവാണെങ്കിൽ ഇവിടുന്ന് മേടിച്ച് അങ്ങോട്ട് കൊടുത്ത് ആര് കാണാനാ? മനസ്സിലായോ? അങ്ങനെ കപടതയുടെ അനന്തരഫലമായി, that was the end result of hypocrisy. കപടതയുടെ സംഘം കൂടിയിട്ട് പകൽമാന്യന്മാർ അവിടെ പകൽമാന്യത നിലനിർത്താൻ ഉണ്ടാക്കിയെടുത്ത മാർക്കറ്റാ. അതുകൊണ്ട് കർത്താവ് മാസ്ലസ്ലി ഒരു ചാട്ടവറത്തെ എല്ലാത്തിനും അടിച്ചോടിച്ച്. വേദപുസ്തകം ഉടനീളം പഠിക്കുമ്പോൾ ദൈവം മാനവകുലത്തിനോട് ഏറ്റവും വെറുക്കുന്ന പാപമാണ് ഹിപ്പോക്രസി, കപടഭക്തി എന്ന് പറഞ്ഞ. We were the tombs but God made us temple. നമ്മൾ കേവലം ശവക്കല്ലറകളായിരുന്നു, പക്ഷെ ദൈവം നമ്മളെ ആലയമാക്കി തീർത്തു.
We had so many dead bodies in us. നമ്മുടെ അകത്ത് മരിച്ച സ്വഭാവങ്ങളായിരുന്നു, പാപ സ്വഭാവങ്ങളായിരുന്നു. But His holiness came upon us. We were tombs and God made us temple. And He made us a holy temple. And He wanted to live. He wanted us to live a genuine life, not a hypocrisy life. തെറ്റ് പറ്റിയെങ്കിൽ പറ്റിയെന്ന് സമ്മതിക്കുന്നതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ മിടുക്കന്മാർ സമ്മതിച്ചില്ല. കർത്താവ് ചാട്ടമാരെടുത്തു. യാഗം കൊടുത്തത് അബദ്ധവശപ്പെട്ടുന്നതിന് ഇവന്മാരെന്ത് ചെയ്ത് മനഃപൂർവ്വം ചെയ്തിട്ട് യാഗം നടത്താൻ തുടങ്ങി. ഇന്ന് നമ്മളും ചെയ്യുന്ന അങ്ങനെയല്ലേ? യേശു ക്രിസ്തു ക്ഷമിക്കുക എന്നുള്ളത് കൊണ്ട് മനഃപൂർവ്വം ചെയ്തിട്ട് അപ്പാ ക്ഷമിക്കണം എന്നൊരൊറ്റ പ്രാർത്ഥന. നമ്മൾ ചിന്തിക്കുന്നു ക്ഷമിക്കുന്നെന്ന്. God knows. എബ്രായർ 10:26 വചനം പറയുന്നു. ആ വാക്യം തുടങ്ങുന്ന സത്യം നമ്മൾ തിരിച്ചറിഞ്ഞ ശേഷം സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവമായി പാപം ചെയ്താൽ, കണ്ടോ, പഴയ നിയമത്തിൽ അബദ്ധവശാൽ ക്ഷമ കിട്ടുന്നത് പോലെ പുതിയ നിയമത്തിലും ദൈവത്തിന് റൂൾ ഒന്നേ ഉള്ളൂ. അബദ്ധവശാൽ പട്ടിപ്പോകുന്നതിനെല്ലാം ഇന്നും ദൈവം ക്ഷമ വെച്ചിട്ടുണ്ട്, മനഃപൂർവ്വമുള്ളതിനില്ല. അവിടെ വി നോ ഇന്റൻഷനലി എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകും? ഒഴിഞ്ഞു പോകാൻ സാധ്യത കിട്ടിയിട്ടും തെറ്റാണെന്ന് ബോധ്യം കിട്ടിയിട്ടും പലരിലൂടെയും ദൈവാത്മാവിലൂടെയും ദൈവദാസന്മാരുടെ ഒക്കെ നമുക്ക് ബോധ്യം കിട്ടിയിട്ടും അതിനോടുള്ള സുഖം, അതിനോടുള്ള താല്പര്യം, അത് പറയുമ്പോൾ കിട്ടുന്ന കൈൻഡ് ഓഫ് എക്സ്റ്റസി കൊണ്ട് വിട്ടുപിരിയാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇന്റൻഷനലി, മനഃപൂർവമായി കൊടുക്കണം, കുത്തണം, കൊടുക്കണമെന്ന് പറഞ്ഞ് പറയുന്ന വാക്കുകൾ, ചെയ്യുന്ന പ്രവർത്തികളെല്ലാം ഇന്റൻഷനോടുകൂടിയാണ്. Unforgivable sin. Hallelujah. യോഹന്നാൻ 2:25 പറയുന്നു, ദൈവം നമുക്ക് തന്ന വാഗ്ദത്തമോ നിത്യജീവൻ തന്നെ. ഇതെല്ലാം അതിൻ്റെ ഓഫ് റൂട്ടുകളായി. കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ വീടോ കാറോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം ഈ നശിച്ചു പോകുന്നതല്ലേ. What will stand for it and last for eternity is eternal life. And if we fail to make it, അതുകൊണ്ടാണ് ജിമ്മി എലിയട്ട് പറഞ്ഞേ, I'm not a fool who loses what he cannot keep to gain what he cannot lose. ഇതെന്തായാലും പൊളിഞ്ഞു പോകും, പക്ഷെ എനിക്ക് പൊളിഞ്ഞു പോകാത്തൊന്ന് വേണം. അതിനുവേണ്ടി എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കി, ഇവാൻ റോബർട്ടിൻ്റെ പ്രാർത്ഥന, ബ്രേക്ക് മീ ഡൗൺ ആൻഡ് ബ്രിങ് റിവൈവൽ പോൺ വെയിൽസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദൈവം തകർത്ത് കളഞ്ഞൊന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ വില്ലിങ്നെസ് കണ്ടിട്ട് 1904 ഈ നാട്ടിലല്ലേ ആ ഉണർവ് വന്നത്, ഭാവികൾ മാനസാന്തരപ്പെട്ടത്, കോടതികൾ ഉപദേശിച്ച് പറഞ്ഞുവിട്ട്, സ്കൂളുകൾ അടച്ചു കിടന്നത്, ബാറുകൾ പൂട്ടിപ്പോയത്, കൽക്കരിയിൽ ജോലി ചെയ്ത ഒരു മനുഷ്യൻ്റെ 7 മണിക്കൂറത്തെ മുട്ടുകുത്തിലെ പ്രാർത്ഥനയല്ലേ. കണ്ടോ, ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടേണ്ട പോലെ മാനസാന്തരപ്പെട്ട ഒരു പട്ടണം വരെ രക്ഷപ്പെടുമെന്ന് അതിൻ്റെ അർത്ഥം. നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ കുടുംബത്തിനെ രക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ മക്കൾ കാണട്ടെ നമ്മളിത് തുറന്നു വെച്ചിരുന്ന് കരയുന്നത്. ഞാൻ വളർന്നത് എൻ്റെ അപ്പൻ വചനം തുറന്നു വെച്ച് കരയുന്നത് കണ്ടാണെന്ന് നമ്മുടെ മക്കൾ പറയട്ടെ. എല്ലാം ഉള്ളപ്പോൾ, ഞങ്ങൾക്ക് വീടുള്ളപ്പോൾ, കാറുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, ജോലിയുള്ളപ്പോൾ, പണമുള്ളപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഡാഡിയും മമ്മിയും രാവിലെ ബൈബിളും തുറന്നു വെച്ച് പഠിച്ചിട്ട് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് നമ്മുടെ തലമുറ പറയട്ടെ. ഈ ലോകം അവരെ സ്വാധീനിക്കത്തില്ല. ഉലകത്തിൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏക സമ്മാനമാണ് ഒരു ബൈബിൾ അവർക്ക് കൊടുക്കണം. അവരോട് പറയുന്നത്, ഞങ്ങളെ രക്ഷിച്ച് ഈ വചനം നിങ്ങളെയും രക്ഷിക്കും. കേവലം വാക്കുകൊണ്ടല്ല, അവരുടെ ദൈനംദിന ജീവിത പ്രവർത്തി കൊണ്ട് അവർ കാരണം ഇതിനു മുമ്പിൽ കരയുന്നതും ഇതിനു മുമ്പിൽ പൊട്ടിത്തകരുന്നതും അതനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുന്ന ഒരു അപ്പനെ അമ്മയെ അവർ കാണട്ടെ. ലോകം എന്തേലും കാണിക്കിട്ടുന്നേ. ഇവിടെ നിന്നല്ലേ ഡേവിഡ് ലിവിൻസൺ ഉണ്ടായതാ, ഇവിടെ നിന്നല്ലേ വില്യം ഗാരി ഉണ്ടായതാ,
ഇവിടെ നിന്നല്ലേ ഇവാൻഡോപ്പെട്ട് പോയത്, ഇവിടെ നിന്നല്ലേ ഹച്ചൈറ്റയർ പോയത്. നമ്മുടെ തലമുറകളും ദൈവരാജ്യത്തിന് കെട്ടുപണിക്കൊണ്ട് പ്രയോജനപ്പെടട്ടെ. എൻ്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. ഞാൻ ബൈബിൾ വാക്യമൊന്നും വായിപ്പിച്ചില്ല, പക്ഷെ ഇതിനെപ്പറ്റി എന്തോരം നമുക്ക് പറയാം. വാക്തത്വം തലയെ പിടിച്ച് കുലുക്കുന്നതല്ല. നമുക്ക് കിട്ടിയില്ലേ വാക്തത്വം, നിത്യജീവൻ. അതിനേക്കെ വലിയ വാക്തത്വം എന്തിനാ? ആ ജീവവൃക്ഷത്തിന് ഫലം തിന്നാൻ. ഇതുകൊണ്ട് നമ്മളൊന്ന് മുറിച്ച് 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 നമുക്ക് നന്നായി ജീവിക്കാം പ്രിയരെ. നിത്യതയിൽ നമുക്ക് കാണാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എൻ്റെ സമയം കഴിഞ്ഞു. എനിക്ക് അവസരം ദൈവദാസനും ഈ സഭയ്ക്കും ഇവിടുത്തെ ഈ ഭവനത്തിലെ സഹോദരങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട്, എനിക്ക് തന്ന ബഹുമാനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് ധാരാളം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.